Good morning, children. Let's discuss what is ionization energy. We know that how sodium chloride is formed by combining sodium and chlorine atoms. The Bohr model of sodium and chlorine are given below. ഇവിടെ നമുക്ക് ക്ലോറിൻ്റെ സോഡിയത്തിൻ്റെ ബോർ മോഡൽ ആറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോറിനും സോഡിയം കൂടെ കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അവിടെ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണ്? ഇസ്ന്റ് ഇറ്റ് ആൻ അയണിക് ബോണ്ട്? യെസ്, അതൊരു അയണിക് ബോണ്ടിങ് ആണ് അല്ലേ അവിടെ ഉണ്ടാവുന്നത്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയണിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ബോണ്ടിങ് എന്താണ്? അയണിക് ബോണ്ടിങ് ആണ്. ഇവിടെ നമുക്കറിയാം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 17 ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ്. വിച്ച് അമംഗ് ദീസ് ആറ്റംസ് ലൂസസ് ഇലക്ട്രോൺസ്? ഏത് ആറ്റം ആയിരിക്കും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുക? നമുക്ക് സിമ്പിളായിട്ട് അറിയാം അല്ലേ. സോഡിയം ആറ്റമാണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ആറ്റംസ് ഗെയിൻസ് ഇലക്ട്രോൺ? ഏത് ആറ്റം ആയിരിക്കും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക? ക്ലോറിൻ ആറ്റം ആയിരിക്കും. കാരണം സോഡിയത്തിന് 1 ആറ്റത്തിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എളുപ്പം, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ക്ലോറിൻ ആകുമ്പോഴോ റിലീസ് ചെയ്ത 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ആറ്റവും സ്റ്റെബിലൈസ്ഡ് ആവും. സോ സോഡിയം 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ക്ലോറിൻ എന്ത് ചെയ്യും? ആ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. Atoms become charged when there is transfer of electrons in this way. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ആറ്റംസ് എന്താവും? ചാർജ്ഡ് ആവും. അതായത് നമുക്കറിയാം സോഡിയം ആറ്റംസ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്? 11 ഇലക്ട്രോൺസ് വേണം. ഇവിടെ 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ സോഡിയം ആറ്റം അല്ല, പകരം എന്താണ്? സോഡിയം അയൺ ആയിട്ട് മാറും. അതായത് Na+1 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ്. സോ Na+ അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും? സോഡിയം മാറും. ക്ലോറിൻ്റെ കേസിൽ 17 ഇലക്ട്രോൺസ് വരുന്നതാണെന്ത്? ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത്. 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എത്രയായി? 18 ഇലക്ട്രോൺസ് ആയി അല്ലേ. സോ ക്ലോറിൻ ആറ്റം എന്തായിട്ട് മാറും? ക്ലോറിൻ അയോൺ ആയിട്ട് മാറും. ഇവിടെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യായതുകൊണ്ട് എന്താണ്? Cl- ആയിട്ട്, അതായത് ക്ലോറിൻ അയോൺ ആയിട്ട് ക്ലോറിൻ ആറ്റം കൺവേർട്ടഡ് ആവും. ഇൻ സച്ച് എ പ്രോസസ് മെറ്റൽസ് ലോസ് ഇലക്ട്രോൺ ആൻഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഇങ്ങനെ മിക്ക മെറ്റൽസും എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറും. The energy needed to liberate electrons from the atom is called ionization energy. ഇവിടെ സോഡിയത്തിന് എന്താണ്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം, അതായത് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷെല്ലിൻ്റെ അകത്തുള്ളൊരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്? പുറമേക്ക് ലൂസാക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിന് അവിടെ എന്താണ്? ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. ആ എനർജിക്ക് പറയുന്ന പേരാണെന്ത്? അയണൈസേഷൻ എനർജി. The energy needed to liberate electron from the atom is called ionization energy. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണെന്ത്? അയണൈസേഷൻ എനർജി. The amount of energy required to liberate the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. outermost ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അയണൈസേഷൻ എനർജി? ഏതൊക്കെയാണ് അയണൈസേഷൻ എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് എന്താണ്? അയണൈസേഷൻ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സൈസ് ഓഫ് ദ ആറ്റം, ആറ്റത്തിൻ്റെ സൈസും എന്ത് ചെയ്യുന്നുണ്ട്? അയണൈസേഷൻ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Then when the size of an atom increases, does the attraction of the nucleus on the outermost electron increases or decreases? ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പം ന്യൂക്ലിയസിന് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസുമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ആറ്റത്തിൻ്റെ സൈസ് കൂടുതലാണ്, ഔട്ടർമോസ്റ്റ് ഷെൽസിലുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പം ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? We know that it's decreases. എന്താണ്? അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും അല്ലേ.
Then what is the change in the ionization energy? As the size of atom increases, ionization energy decreases. അപ്പോൾ എന്താണ്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുമായിട്ട് ന്യൂക്ലിയസിന് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. കാരണം സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ദൂരം കൂടുതലാണ് അല്ലേ, ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുതലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുമ്പോൾ തന്നെ നമുക്ക് ആ ഔട്ടർമോസ്റ്റ് ഷെൽസിലെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി പോരെ, കുറവ് എനർജി മതി നമുക്ക് ആ ഔട്ടർമോസ്റ്റ് ഷെൽസിലെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആസ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്, അയണൈസേഷൻ എനർജി ഡിക്രീസസ്. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി എന്താണ്, കുറവ് മാത്രം മതി. സോ അയണൈസേഷൻ എനർജി ഡിക്രീസസ്. Can you find out how ionization energy changes as we move from top to bottom in a group? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എന്താണ്, ആറ്റത്തിൻ്റെ സൈസ് കൂടി കൂടി വരികയാണ് നമ്മൾ കണ്ടു അല്ലേ. അതാണ് ഇനിയിപ്പോൾ നമ്മൾ അറ്റോമിക് റേഡിയസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് വെച്ചാൽ, അറ്റോമിക് റേഡിയസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു എക്സ്പ്രസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സൈസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ outermost shell. Atomic radius increases with increase in the number of shells in the atom. എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ദൂരമാണ് എന്ത്, അറ്റോമിക് റേഡിയസ്. Atomic radius increase with increase in the number of shells in the atom. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, അറ്റോമിക് റേഡിയസും കൂടും. അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരും തോറും എന്താണ്, ആറ്റത്തിൻ്റെ സൈസ് കൂടും. ആറ്റത്തിൻ്റെ സൈസ് കൂടാൻ കാരണം നമ്മൾ പറഞ്ഞു, അവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അറ്റോമിക് റേഡിയസും കൂടുതലായിരിക്കും അല്ലേ. അവിടെ അറ്റോമിക് റേഡിയസ് കൂടുന്നവർ, അതല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നുണ്ട്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് എനർജി പോരെ. അതായത് ionization energy decreases when we move from top to bottom in a group. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ്, അയണൈസേഷൻ എനർജി കുറഞ്ഞു കുറഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ജനറൽ ട്രെൻഡ് ഇൻ ദ വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എനർജി ഓൺ മൂവിങ് അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പീരിയഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ്റെ എനർജിയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും വ്യത്യാസം വരിക? ദ അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. അവിടെ അയണൈസേഷൻ എനർജി എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫൈൻഡ് ഹൗ അയണൈസേഷൻ എനർജി ചേഞ്ചസ് വിത്ത് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അപ്പം നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും എന്താണ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ അയണൈസേഷൻ എനർജി ന്യൂക്ലിയർ ചാർജും കൂടെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ പീരിയഡ് ആസ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ്, ഹെൻസ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് എന്താണ്, ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് അയണൈസേഷൻ എനർജി കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അയണൈസേഷൻ എനർജി ഇൻക്രീസസ് വെൻ മൂവിങ് അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതുപോലെ തന്നെ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ സൈസ് എന്താണ്, ഗ്രൂപ്പിൽ കൂടുന്നതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഔട്ടർമോസ്റ്റ് ഷെൽസിലെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് പെട്ടെന്ന് ലിബറേറ്റഡ് ആവും. അങ്ങനെ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ലിബറേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ആറ്റം എന്ത് അയോണായിട്ട് മാറും, പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും നമ്മൾ കണ്ടു അല്ലേ. സോ ആസ് എ റിസൾട്ട് ദ ടെൻഡൻസി ടു ഫോം എ പോസിറ്റീവ് അയോൺ ഇൻക്രീസസ്. അപ്പോൾ ഗ്രൂപ്പിൽ ഡൗണിലേക്ക് വരുന്തോറും അയണൈസേഷൻ എനർജി കുറവാണ്. ആസ് എ റിസൾട്ട് ദ ടെൻഡൻസി ടു ഫോം എ പോസിറ്റീവ് അയോൺ ഇൻക്രീസസ്. നെക്സ്റ്റ്, atomic size decreases as we move from a left to right in period.
അറ്റോമിക് സൈസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരികയാണ്. ഹെൻസ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. അയണൈസേഷൻ എനർജി അപ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി ദ ടെൻഡൻസി ടു ഫോം എ പോസിറ്റീവ് അയോൺ ഇൻക്രീസസ്. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? പോസിറ്റീവ് അയോൺ ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ടു ആറ്റംസ് ജോയിൻഡ് ബൈ എ കോവാലന്റ് ബോണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഇപ്പം നമ്മൾ അയണിക് ബോണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി കോവാലന്റ് ബോണ്ടിങ് ആണ് നടക്കുന്നത്. രണ്ട് ആറ്റംസ് കോവാലന്റ് ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ എന്താണ്? രണ്ട് ആറ്റംസും ഒരേപോലെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ റിലേറ്റീവ് എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. In a covalent bond, the relative ability of each atoms to attract the bonded pair of electron towards it is called electronegativity. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. Then, how does electronegativity vary from top to bottom in a group? ഗ്രൂപ്പിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നാണ് നമ്മളിനി നോക്കുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആറ്റത്തിൻ്റെ സൈസ് കൂടി വരികയാണ് അല്ലേ. As the size of an atom increases, the distance between the nucleus and the outermost electron increases. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് ഡിസ്റ്റൻസ് കൂടി വരുന്നത് കൊണ്ട് തന്നെ അട്രാക്ഷനും കുറയും. ഹെൻസ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. As we move in the same period from left to right, size of atom decreases, hence electronegativity increases. പീരീഡിലാകുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ചെയ്യുക? കുറഞ്ഞു വരും. ആറ്റത്തിൻ്റെ സൈസ് കുറയുമ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഗ്രൂപ്പിലാകുമ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യും. കാരണം അത് ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെൽസിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? ഗ്രൂപ്പിലാകുമ്പോൾ കൂടി വരും. പീരീഡിലാകുമ്പോൾ റൈറ്റിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. അതിനനുസരിച്ചാണ് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസം വരുന്നത്. വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്? എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന നോൺ മെറ്റൽസിൻ്റെയും മെറ്റൽസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മളിനി നോക്കുന്നത്. മെറ്റൽസ് ആർ ദ എലമെൻറ്റ്സ് വിച്ച് ഗിവ് എവേ ദ ഇലക്ട്രോൺസ് ആൻഡ് ദോസ് ദാറ്റ് അക്സെപ്റ്റ് ഇലക്ട്രോൺസ് ആർ ജനറലി നോൺ മെറ്റൽസ്. പൊതുവേ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് മെറ്റൽസും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് എന്താണ്? നോൺ മെറ്റൽസും ആയിരിക്കും. മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് ബിക്കോസ് ദേ ലൂസ് ഇലക്ട്രോൺ ടു ഫോം പോസിറ്റീവ് അയൺസ്. പോസിറ്റീവ് അയൺസ് ആവുന്നത് എപ്പോഴും ആരായിരിക്കും? മെറ്റൽസ് ആയിരിക്കും മെജോറിറ്റി ടൈമിലും. ഇനി നോൺ മെറ്റൽസ് ആർ called electronegative elements because they gain electrons in chemical reaction to form negative ions. പൊതുവെ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് ആരാണ്? നോൺ മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ആയിരിക്കും നോൺ മെറ്റൽസ്. നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറുന്നതും ആരാണ്? പൊതുവെ നോൺ മെറ്റൽസ് ആയിരിക്കും. ദിസ് ഈസ് ദ ബേസിക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. What is the relationship between metallic character and the size of atom? As the size of the atom increases, metallic character also increases. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതെന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. മെറ്റൽസ് ആണ് കൂടുതലായിട്ടും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതും പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയായിരിക്കും? സൈസിനനുസരിച്ച് മാറുക. സൈസ് കൂടുന്തോറും മെറ്റാലിക് ക്യാരക്ടറും കൂടി വരും അല്ലേ. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്താണ്? ഓൾസോ ഇൻക്രീസസ്.
How do the metallic character and non-metallic character vary while moving from left to right in the period, arriving at the conclusion by assigning the size of atom? In the periodic table, while moving from to top to bottom in groups, metallic character generally increases. അത് നമ്മൾ പറഞ്ഞു അല്ലേ, താഴേക്ക് വരുന്തോറും എന്താണ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. വൈൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പോൾ എന്താണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇൻ എ പീരീഡ് as we move from left to right, metallic character generally decreases while non-metallic character increases. പീരീഡിലാകുമ്പോൾ എന്താണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ ജനറലി ഡിക്രീസ് ചെയ്യും. കാരണം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അവിടെ കുറയും. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടറോ സോ ഇൻക്രീസ് ചെയ്യും. Don't you think that there is a relationship between ionization energy and metallic non-metallic character? ഈ ionization energy metallic non-metallic character തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? Is the element with highest ionization energy metallic or non-metallic? അപ്പോൾ ionization energy കൂടുതലുള്ള എലമെൻറ്റ് മെറ്റാലിക് ആയിരിക്കോ നോൺ മെറ്റാലിക് ആയിരിക്കോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് നോൺ മെറ്റാലിക് അല്ലേ. അയണൈസേഷൻ എനർജി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെൽസിലെ ഇലക്ട്രോൺസിനെ നമുക്ക് റിലീസ് ചെയ്യിക്കാൻ വേണ്ടി കൂടുതൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അയണൈസേഷൻ എനർജി കൂടുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്താണ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ക്യാരക്ടർ ആയിരിക്കും? നോൺ മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് those having the low ionization energy? അങ്ങനെ കുറച്ച് അയണൈസേഷൻ എനർജി ഉള്ള, അതായത് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പോസിറ്റീവ് അയണായിട്ട് മാറും. അങ്ങനെ പോസിറ്റീവ് അയണായിട്ട് മാറുന്നത് എന്ത് ക്യാരക്ടർ ഷോ ചെയ്യുന്നു? മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു. അപ്പോൾ അയണൈസേഷൻ എനർജി മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ. ഇനി isn't there a relationship between electronegativity and metallic non-metallic characteristics? ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഈ മെറ്റാലിക് നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എങ്കിൽ അത് എന്ത് റിലേഷൻ ആയിരിക്കും? നോൺ മെറ്റൽസ് ആർ മോർ ഇലക്ട്രോനെഗറ്റീവ്. കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളവരാരായിരിക്കും? നോൺ മെറ്റൽസ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഇപ്പോൾ പീരീഡിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാണ്. കാരണം അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസിൽ എന്താണ് മെറ്റാലിക് പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റിയും മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ. നെക്സ്റ്റ് ഇസ് മെറ്റലോയിഡ്സ്. വാട്ട് ഈസ് മെറ്റലോയിഡ്സ്? എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് as well as non-metals are called metalloids. മെറ്റൽ പ്രോപ്പർട്ടീസും നോൺ മെറ്റൽ പ്രോപ്പർട്ടീസും കാണിക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലൂറിയം ഇതൊക്കെ എന്താണ് മെറ്റലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് എന്തൊക്കെ കാണിക്കും? മെറ്റൽ പ്രോപ്പർട്ടീസും കാണിക്കും, നോൺ മെറ്റൽ പ്രോപ്പർട്ടീസും കാണിക്കും. അപ്പോൾ മെറ്റലോയിഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നൗ you have understood certain periodic trends in the periodic table. നമുക്ക് periodic trends എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി based on this the correct option in the table 4.9 given in your textbook പേജ് നമ്പർ 76. പേജ് നമ്പർ 76 തന്നിരിക്കുന്ന ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് ചെയ്യണം. എന്താണ് പീരിയോഡിക് ടേബിളിലെ ട്രെൻഡുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ആറ്റം. സൈസ് ഓഫ് ആറ്റം എന്താണ്? ഡൗൺ ദ ഗ്രൂപ്പ്, താഴേക്ക് വരും തോറും സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ഇനി അക്രോസ് ദ പീരീഡിലാണെന്നുണ്ടെങ്കിലോ ഡിക്രീസസ്, സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ്. നെക്സ്റ്റ് ട്രെൻഡ് ഈസ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ്, താഴേക്ക് വരും തോറും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ്, കാരണം അവിടെ അയണൈസേഷൻ എനർജി കൂടുതലാണ് നമുക്കറിയാം അല്ലേ. ഇനി അക്രോസ് ദ പീരീഡ് ആകുമ്പോഴോ ഇറ്റ് ഡിക്രീസസ്. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്, അക്രോസ് ദ പീരീഡ് ഇൻക്രീസസ്. അയണൈസേഷൻ എനർജി ഡൗൺ ദ ഗ്രൂപ്പ് decreases, across the period
ഇൻക്രീസസ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിയോ decreases in down the group and across the period it increases. Now you have understand the history of the classification of elements and characteristics of periodic table. ഇപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയും അതേപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ മനസ്സിലായി അല്ലേ? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീരിയോഡിക് ടേബിൾ ഈസ് വെരി എസെൻഷ്യൽ ഫോർ മേക്കിംഗ് ദ സ്റ്റഡി ഓഫ് കെമിസ്ട്രി ഈസി. നമ്മൾ പീരിയോഡിക് ടേബിൾ എത്ര പഠിക്കുന്നോ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ കെമിസ്ട്രി സ്റ്റഡീസ് നമുക്ക് ഈസി ആക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ പീരിയോഡിക് ട്രെൻഡ്സിനെ പറ്റി അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിനി ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് പോർഷൻ, please contact me. Thank you.